വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. അപ്പോൾ കിച്ചൺ കോട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 7 ഇഞ്ച് ഷോൾഡർ ആക്കിയിട്ടും 10 ഇഞ്ചാണ് ആം ഹോൾ ആക്കി എടുക്കേണ്ടത്. ഇതിൽ ഷോൾഡർ ആയിട്ടല്ല വരുന്നത്, അത് നമുക്ക് ജസ്റ്റിൻ്റെ ആ ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് രണ്ടാക്കി മടക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഒരു പോർഷനും അതേപോലെ കൈ വെക്കണം, പോക്കറ്റ് വേണം. ഇവിടെ ഇങ്ങനെ ഒരു കയറ് വെച്ച് കൊടുക്കണം. ഇതാണ് കിച്ചൺ കോട്ട്, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കയറിനുള്ളത് ഇതുപോലെ നമുക്ക് നീളത്തിലുള്ളൊരു പീസിന് വേണ്ടിയിട്ട് ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1.5-2 ഇഞ്ച് വീതി ഉണ്ടായിക്കോട്ടെ. നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മടക്കുന്നതിനൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു പീസുകൾ, നീളത്തിലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ഇതിന് നീളത്തിൻ്റെ പീസേ ആവശ്യമുള്ളൂ, ക്രോസ് പീസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്കിത് കയറുണ്ടാക്കാനുള്ളതാണ്, അതായത് നെക്കിന് നമ്മൾ മറിച്ചിടുന്ന രീതിയൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള പീസ് തന്നെ എടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് പോക്കറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കണം. നമ്മൾ എത്ര പോക്കറ്റ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചാണ്. 2 പോക്കറ്റാണെങ്കിൽ അങ്ങനെ, ഒറ്റ പോക്കറ്റ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗത്തും 2 മടക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ പോർഷനിലും മടക്കണം. എല്ലാ അറ്റഭാഗവും 2 മടക്കാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ആം വരെ നമ്മൾ മടക്കി അടിക്കണം. ജസ്റ്റ് വേറെ ക്ലോത്തൊന്നും വെക്കണ്ട. ഇതുപോലെ ആം ഹോളൊക്കെ മടക്കിയിട്ട് ചുറ്റിലും അടിച്ചു കൊടുക്കുക. കിച്ചൺ ക്ലോത്ത് ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു യൂണിഫോമിൻ്റെ ഒക്കെ പാൻറ്റിൻ്റെ ഒക്കെ ഒരു തുണിയായിട്ടാണ് വരിക. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇനി പോക്കറ്റ് വെക്കുന്നതാണ്. ഞാൻ 2 പോക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു ചെസ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് പോക്കറ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് 2 മടക്കും, ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം സിംഗിൾ മടക്കി കൊടുത്താൽ മതി. ഞാൻ അതുപോലെ മടക്കിയിട്ടുണ്ട്. ഇതിൽ ആ മുകളിലെ ഒരു പോർഷൻ മാത്രം 2 മടക്കായിട്ട് ചെയ്തു. ബാക്കിയൊക്കെ സിംഗിൾ പോർഷൻ മടക്ക് മതി. അതൊക്കെ ഉള്ളിലേക്ക് പോവുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 പോക്കറ്റാണ് വെക്കുന്നത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കയറുണ്ടാക്കുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ നമുക്ക് മടക്കി വെച്ചിട്ട് നീളത്തിലുള്ള കയറിൻ്റെ പീസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൈയിൻ്റെ ഈ ഒരു പോർഷനിലും ഈ ഒരു അറ്റത്തും സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഒറ്റ പീസ് കയർ മതി. അത് ജസ്റ്റ് സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റത്ത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെയാണ് കയർ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 പോക്കറ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.